ഇനി പറ, എന്താ ഉണ്ടായത്? സ്കൂളിൽ വിട്ട് ഞാൻ കാറിൽ കയറി ഇരുന്നപ്പോ ആരോ എന്റെ പുറകിൽ കൂടെ വന്ന് എന്റെ വാ പൊത്തി പിടിച്ചു. അപ്പൊ എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ തോന്നി. വാട്ട്? നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തു? ആരാമ? അത് നമ്മുടെ ലിറ്റിൽ ചാം നമ്മുടെ കാറാണെന്ന് കരുതി വേറെ ഏതോ കാറിൽ കയറിയതാ. ഡ്രൈവറാ എന്നെ വിളിച്ചത്. ഞാൻ അയാൾ ചിലപ്പോ അനിയപ്പിക്കുന്ന കാര്യം പറയാനെന്ന് വിചാരിച്ചേ. അവിടേക്ക് പോയപ്പോഴാണ് മനസ്സിലായത് ലിറ്റിൽ ചാമ്പ് ആയിരുന്നെന്ന്. ഭാഗ്യത്തിന് ഞാനങ്ങോട്ട് പോയല്ലോ. പിന്നെ ഞാനിവിടെ കണ്ടു. അതിനുശേഷം നടന്നതെല്ലാം മിറാക്കിളാ, വെറും മിറാക്കിൾ. താങ്ക് യു സോ മച്ച് ക്രിക്കറ്റ് അങ്കിൾ. സോറി മോളെ, എന്റെ ലാഭത്തിന് വേണ്ടി നിന്നെ എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ലിറ്റിൽ ചാം? അതാ എന്റെ സമാധാനം. ചെറിയച്ച, അവരാരാണെന്ന് അറിഞ്ഞോ? അവരെ അപ്പൊ തന്നെ പോലീസിൽ ഏൽപ്പിച്ചുറാം. എനിക്കറിയില്ല. ഓ ഭാഗ്യം, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. വിശ്വ, കറക്റ്റ് സമയത്ത് നിനക്ക് കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയല്ലോ. താങ്ക് യു സോ മച്ച് ചെറിയച്ച. എന്റെ മകളെ രക്ഷിച്ച് നിങ്ങൾ വലിയൊരു ഉപകാരം ചെയ്തത്. താങ്ക് യു സോ മച്ച് ചെറിയച്ച, മീൻസ് എ ലോട്ട്. എന്തിനാ എല്ലാരും എന്നോട് ഇങ്ങനെ താങ്ക്സ് പറയുന്നേ? ഞാൻ എന്താ വേറെ ടീമിലുള്ളതാണോ? അല്ല, സിഹിമോൾ ഇപ്പൊ നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ. അവക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോ എനിക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? പക്ഷെ അവരാരാ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇന്നലെയല്ലേ കിഡ്നാപ്പിനെ കുറിച്ച് സംസാരിച്ചത്? ഇന്ന് അത് തന്നെ സംഭവിച്ചോ? അയ്യോ. അപ്പു, ഞാനിത് ഇന്നലെ പറഞ്ഞപ്പോ നിങ്ങൾക്കൊക്കെ വിഷമായിരുന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും അവളിപ്പോ ദേശായി കുടുംബത്തിലെ കുട്ടിയാണ്. ശത്രുക്കളുടെ കണ്ണ് അവളുടെ മേലിലും കാണും. താങ്ക് ഗോഡ് ചക്കരെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എന്ന് ഞാൻ തന്നെ പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്തോളാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വലിയ വർത്താനമൊക്കെ പറഞ്ഞല്ലോ. അത് പിന്നെ എത്ര കാലം വെച്ചാൽ നീ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും? നിനക്ക് ഓഫീസിൽ അത്യാവശ്യം തിരക്കൊക്കെ ഇല്ലേ? സ്കൂളിലെത്താൻ വൈകി പോയി, അന്നേരം എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായ? അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം മുത്തശ്ശ. അപ്പു, നീ ഇപ്പൊ ഇതൊക്കെ പറയും. ഇനിയും ഇതുപോലെ തന്നെ ഒന്നുകൂടെ സംഭവിച്ചാല് നമ്മളെല്ലാവരും പശ്ചാത്തപിച്ചിരിക്കേണ്ടി വരും. അപ്പു, എന്റെ ഒരു അഭിപ്രായത്തില് സിഹിയെ നമുക്ക് അനിയുടെ സ്കൂളിൽ തന്നെ ചേർത്തിയാ കൊള്ളാന്ന് തോന്നുന്നു. രണ്ടുപേരും ഒരുമിച്ച് സ്കൂളിൽ പോയി തിരിച്ചു വന്നോളും. അവിടെ സേഫ്റ്റി ഉണ്ടാവും. പക്ഷേ അക്കാഡമിക് ഇയറിന്റെ ഇടയ്ക്ക് അഡ്മിഷനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? കൊടുക്കുന്ന 15 ലക്ഷത്തിന്റെ ഒപ്പം ഒരു 15 ലക്ഷം കൂടി കൊടുത്ത് അഡ്മിഷൻ തരാതിരിക്കുന്നത് ആരാണെന്ന് എനിക്കൊന്ന് കാണണം. 15 ലക്ഷമോ? അത് കഴിഞ്ഞ് 15 ലക്ഷം വേറെ കൊടുക്കണോ? അത്ര കോസ്റ്റ്ലി ആണെങ്കിൽ ഒട്ടും വേണ്ട. എന്റെ മോള് ചെറിയ സ്കൂളിലല്ലേ പഠിച്ചത്. പെട്ടെന്ന് വലിയ സ്കൂളിലേക്ക് മാറുമ്പോ അവൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. ശരി, എന്നാ പിന്നെ നമുക്ക് അവളുടെ സേഫ്റ്റി നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള നെക്സ്റ്റ് ഓപ്ഷൻ ബോർഡിംഗ് സ്കൂളാണ്. അച്ഛന് ഒരുപാട് സ്കൂളുകളിൽ പരിചയമുള്ളതല്ലേ?
ഐ തിങ്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അവളൊരു ബോർഡിംഗ് സ്കൂളിൽ ചേർക്കുന്നതാ. ബോർഡിംഗ് സ്കൂളോ? നോ വേ മേമ, അതിനെക്കുറിച്ച് ആലോചിക്കേ വേണ്ട. എന്റെ മോളെ അങ്ങനെ ബോർഡിംഗ് സ്കൂളിലാക്കാൻ ഞാൻ റെഡിയല്ല. സ്റ്റോപ്പ് ബീയിങ് റിഡിക്കുലസ് അപ്പു. എന്ന് വെച്ച വീണ്ടും സിഹയെ അതേ സ്കൂളിൽ തന്നെ പറഞ്ഞു വിടണമെന്നാണോ? ആ റിസ്ക് നീ എടുക്കോ? മേമ, അനിയുടെ സ്കൂൾ എന്തായാലും വീടിന്റെ അടുത്തല്ലേ. എക്സ്ട്രാ ഫീസ് കൊടുത്താലും സാരമില്ല, സിഹി ആ സ്കൂളിലേക്ക് ഞാൻ മാറ്റും. റാം എന്താ ഈ പറയുന്നേ? അത്ര പൈസയൊക്കെ ചെലവാക്കുന്ന എന്തിനാ? എന്റെ മകളെ ഞാൻ ആ സ്കൂളിൽ ചേർക്കുന്നില്ല. സിഹി, ഡ്രസ് ചേഞ്ച് ചെയ്യാം. സീത, ലിസൺ. സീത, wait. മോളെ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? സീത, സിഹി അനിയുടെ സ്കൂളിൽ ചേർത്ത എന്താ പ്രശ്നം? റാം, എന്താ നിന്റെ പ്രശ്നം? അത്ര കോസ്റ്റ്ലി സ്കൂളിൽ വേണ്ട. എന്താ സീത, കോസ്റ്റ്ലി സ്കൂൾ ആണെങ്കിലും അവിടെ നല്ല സേഫ്റ്റി ഉണ്ടാവും, വിദ്യാഭ്യാസം ഉണ്ടാവും, എല്ലാത്തരം ഫെസിലിറ്റീസ് അവിടെ ഉണ്ടാവുമല്ലോ. ആ സ്കൂളിൽ മാത്രമേ സേഫ്റ്റി ഉള്ളോ? ലോകത്തുള്ള എല്ലാ പിള്ളേരെയും ഇതുപോലുള്ള സ്കൂളിലല്ലേ പോയി പഠിക്കുന്നത്? ചെറിയ സ്കൂളിൽ സേഫ്റ്റി സെക്യൂരിറ്റി ഉണ്ടാവില്ലേ? കുട്ടികൾക്ക് അർഹിക്കുന്നതിലും കൂടുതൽ ഫെസിലിറ്റീസ് എന്തിനാറാം? ഏത് സ്കൂളാണെങ്കിലും നമ്മുടെ മക്കള് പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലല്ലേ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നേ. സീത, നീ വെറുതെ വാശി പിടിക്കല്ലേ. സിഹിയെ ഡെയിലി സ്കൂളിൽ നിന്ന് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അത് സമ്മതമല്ല. ശരിയെങ്കിൽ വീടിന്റെ അടുത്തുള്ള സ്കൂൾ നോക്കാന്ന് പറയുമ്പോ അതും ഇപ്പൊ വേണ്ടെന്ന് പറയുന്നു. ഇതെന്റെ മോളുടെ ജീവന് പ്രശ്നമാണ് സീത, ആൻഡ് ദർ ഇസ് നോ സെക്കൻഡ് ഓൺ ദാറ്റ്. റാം എല്ലാം സമ്മതിച്ചു, പക്ഷെ അത്രയും പൈസ കൊടുത്ത് ആ സ്കൂളിൽ ചേർക്കണമെന്ന് നിർബന്ധമുണ്ടോ? സീത, എന്റെ മകൾ സേഫ് ആയിരിക്കണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേ പറ്റൂ. റാം, ഇതൊക്കെ ഭയങ്കര ഓവറാണ് കേട്ടോ. ഏതെങ്കിലും ഒരു നോർമൽ സ്കൂൾ നോക്കി അവിടെ ചേർക്കാം. എനിക്ക് ഈ ധാരാളിത്തം കാണിക്കുന്നത് ഇഷ്ടമല്ല. എന്താ ധാരാളിത്തം സീത? എന്താ? ഏതിന് സ്പെൻഡ് ചെയ്യണോ കറക്റ്റ് ആയിട്ട് അതിൽ തന്നെ സ്പെൻഡ് ചെയ്താൽ ₹1 പോലും അൺനെസസറി ആയിട്ട് എക്സ്പെൻഡിച്ചർ ആവില്ല. ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായിട്ട് നിനക്ക് ഒന്നും തോന്നുന്നില്ല സീത? തോന്നുന്നുണ്ട് റാം. എന്ന് കരുതി ഇത്ര അൺനെസസറി ആയിട്ട് പൈസ ചെലവാക്കണോ? സീത, പ്ലീസ്, നീ അങ്ങനെ ഒന്നും ചിന്തിച്ച് കാട് കയറണ്ട പ്ലീസ്. പണം എത്ര വേണം ചെലവാക്കാം. ഐ ഡോണ്ട് കെയർ അബൌട്ട് മണി. പണം ഉണ്ടെങ്കിൽ എന്തും വാങ്ങാന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് റാം. ഓഫ് കോഴ്സ് മണി ക്യാൻ ബൈ എനിത്തിങ്. റാം, സീത, നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ വഴക്കുണ്ടാക്കാതൊന്നും ഇരിക്കേ. നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. വേണമെങ്കിൽ ഞാൻ ബോർഡിംഗ് സ്കൂളിലേക്ക് പോയിക്കോളാം. ഞാൻ എന്റെ സ്കൂളിലേക്ക് പോകുന്നില്ല. അവിടെ കള്ളന്മാര് വരും, എന്നെ തട്ടിക്കൊണ്ടുപോകും. ഞാൻ ആ സ്കൂളിലേക്ക് പോകുന്നില്ല. സിക്കുട്ട, എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിന്നെ ഒരു ബോർഡിംഗ് സ്കൂളിലേക്കും വിടാൻ പോകുന്നില്ല. ഞാൻ ബോർഡിംഗ് സ്കൂളിലേക്ക് പോയിക്കോളാം. എന്നെ ഒന്ന് പറഞ്ഞയക്ക്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കരുത് പ്ലീസ്. പ്ലീസ്. What are the symptoms of pregnancy? മോളെ, എന്താ ഇത്? എന്തോ നോക്കുമായിരുന്നല്ലോ. ഞാൻ വന്നപ്പോ തന്നെ മൊബൈൽ എടുത്തു വെച്ചാ എന്താ? ഇങ്ങത്താ നോക്കട്ടെ. ഒന്നുമില്ല. ഒന്നും ഇല്ലാന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തോ തരികട ഒപ്പിക്കുന്നുണ്ടെന്നാണ് അതിനർത്ഥം. ഫോൺ താ. അശോക്, വേണ്ട പ്ലീസ്. നിന്റെ ഫോൺ ചെക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്തു. അത്രയ്ക്ക് വലിയ കാര്യമൊന്നും അതിലില്ല. പക്ഷെ നീ എന്നെ കളിയാക്കൊന്നും ചെയ്യരുത്. ശരി, ഓപ്പൺ ചെയ്തതാ.
പ്രഗ്നൻസി സിംറ്റംസ്. അല്ല മോളെ, നിനക്ക് വരുന്ന എല്ലാ ചിന്തകളും നീ ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കുവോ? അതിനൊക്കെ ഇനിയും സമയമുണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ നീ ഇങ്ങനെയൊക്കെ? ഇനി ഇതെങ്ങനെയാ ഞാൻ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? നടക്കേണ്ടതെല്ലാം സമയത്ത് നടക്കും. അതും കടന്ന് എന്ത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും അതാണ് നമ്മുടെ വിധി എന്ന് കരുതണം. ഞാൻ പറയുന്നത് അച്ഛനമ്മമാരാവുന്നതും അവരുടെ കൂടെ നിൽക്കുന്നതും ഒരു ഭാഗ്യമാണ്. എന്റെ മഹാത്മാവേ, നിങ്ങൾ വേണമെങ്കിൽ പോയി 2 രാജ്യം കറങ്ങിയിട്ട് വാ. അതല്ലാതെ വെറുതെ ക്ലാസ് എടുത്ത് വെറുപ്പിക്കല്ലേ. ഞാൻ അടങ്ങി നിൽക്കണമെങ്കിൽ നീ ഇതെല്ലാം മറന്ന് അടങ്ങി നിൽക്കണം. അശോക്, സത്യം പറ, നിനക്ക് ഇതിനൊന്നും ഒട്ടും ആഗ്രഹമില്ലേ? അല്ല, വെറും 2 ദിവസം എനിക്ക് പ്രഗ്നന്റ് ആണോന്ന് സംശയം തോന്നിയപ്പോ എനിക്ക് എന്തൊക്കെ ഫീലിങ്സ് തോന്നിയെന്നോ. പക്ഷെ നീ വളരെ ഈസി ആയിട്ട് നടക്കേണ്ട സമയത്ത് നടക്കൂന്ന് പറയുന്നു. ഞാൻ പ്രാക്ടിക്കലായിട്ടാണ് പറഞ്ഞത് പ്രിയ. എനിക്കും ആഗ്രഹമുണ്ട്. അതുമല്ലാതെ അച്ഛനമ്മമാരുടെ സ്നേഹം എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. ലൈഫില് ഞാനൊരു അച്ഛനാകാൻ പോകുന്നെന്നുള്ള ഫീൽ എത്ര സ്പെഷ്യൽ ആണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയഞ്ഞിട്ട്. ഞാൻ പറയുന്നുണ്ട്, നീ പറയുന്നില്ല, അത്രയുള്ളൂ. പ്രിയ, കല്യാണം കഴിഞ്ഞ എത്രയോ പെൺകുട്ടികൾക്ക് ഭർത്താവിൽ നിന്നും അച്ഛനമ്മമാരിൽ നിന്നും ഫാമിലിയിൽ നിന്നും ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള പ്രഷർ കൂടുതലായിരിക്കും. അവളുടെ ഹെൽത്തും അവളുടെ താല്പര്യവും ഒരാളും ചോദിക്കില്ല. പക്ഷെ നിനക്കെവിടെ അങ്ങനത്തെ യാതൊരു പ്രഷറും ഇല്ല. സോ പ്ലീസ് കാം ഡൗൺ ആൻഡ് റിലാക്സ്. ആബാ, കിടന്നോ. എനിക്ക് ഉറക്കം വരുന്നില്ല, നിങ്ങൾ പോയി കിടന്നു. പിടി. റാം, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അത്ര പണം ചെലവാക്കി ഒരു സ്കൂള് വേണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് നിന്റെ പ്രാക്ടിക്കാലിറ്റി മനസ്സിലാവുന്നില്ല സീത. അല്ല, ഇവിടെ എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ ബിസിനസ് ചെയ്യുന്ന എത്രയോ പേർക്ക് ത്രെഡ്സ് വന്നുകൊണ്ടേയിരിക്കും സീത. ആൻഡ് ഐ റിയലി കാൻ എക്സ്പ്ലെയിൻ ഓൾ ദാറ്റ് ടു യു. റാം, ഞാൻ മിഡിൽ ക്ലാസ്സാ, എനിക്കിതൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. 15 ലക്ഷത്തിന്റെ കൂടെ 15 ലക്ഷം കൂടെ കൊടുത്ത് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അതിന് പകരം നമുക്ക് ഹോം സ്കൂളിംഗ് ചെയ്യാം. അവൾക്കെല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ. എത്ര കാലം പഠിപ്പിക്കാൻ പറ്റും? പറ, എത്ര കാലം പറ്റും? ഹലോ ചേച്ചി, സുഖാണോ? അങ്ങനെയൊക്കെ പോകുന്നത് വീട് സുബി. നീ ഈ വീക്കെൻഡിൽ ഇങ്ങോട്ട് വരില്ലേ? നീ ഇല്ലാത്ത ഈ വീട്ടില് എന്നെ മനസ്സിലാക്കുന്ന ആരും ഇല്ല മോളെ. പ്ലീസ്, നീ വേഗം ഇങ്ങോട്ടൊന്ന് വാ. അത് ചേച്ചി, ഈ ആഴ്ച ഞാൻ വീട്ടിലേക്ക് വരാൻ നിന്നതാ. അപ്പോഴേക്കും എനിക്കിവിടെ ഒരു പേഷ്യന്റിനെ അസൈൻ ചെയ്ത് തന്നു. സോ ഈ ആഴ്ച വീട്ടിലേക്കുള്ള വരവ് ഡൗട്ടാ ചേച്ചി. എവിടെ പോയാലും നിന്റെ പേഷ്യൻസ് നിന്നെ വിടില്ലേ? ഇൻഫാക്ട് നീ എന്തിനാ അങ്ങോട്ട് പോയത്? നിന്റെ ഗുരുവിനെ കണ്ടിട്ട് വരാനല്ലേ? അതോ നീ കംപ്ലീറ്റ് ആയിട്ട് ക്ലിനിക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തോ? തിരിച്ചു വരാനുള്ള പ്ലാൻ ഒന്നും ഇല്ല നിനക്ക്? അതൊന്നും അല്ല ചേച്ചി. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് സുബി. നിനക്ക് എന്നെ വേണ്ടാഞ്ഞിട്ടല്ലേ? ചേച്ചി, അങ്ങനെയൊന്നും പറയരുത്. ഒന്ന് പോയേ. നീ എപ്പോ വേണമെങ്കിലും വന്നോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. നീ നിന്റെ ചേട്ടനും 2 ആളും കൊള്ളാം, കണക്കാ രണ്ടും. അവൻ നിന്നെ വിളിക്കില്ല. ഇനി അഥവാ വിളിച്ച നീ വരില്ല. ഞാൻ നിന്നെ വിളിച്ച അതിനൊരു വിലയില്ല. ചേച്ചി, നിങ്ങളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ രുദ്രപ്രതാപ് ഇവിടെയുള്ള കാര്യം നിങ്ങളോടും ചേട്ടനോടും പറഞ്ഞാൽ അത് ശരിയാവില്ല. പറഞ്ഞ നിങ്ങൾക്ക് 2 പേർക്കും വെറുതെ ടെൻഷൻ ആവില്ലേ? എന്റെ ജീവിതത്തിൽ നിന്നും അകന്നു പോയി എന്ന് കരുതി രുദ്രപ്രതാപ് എന്തിനാ വീണ്ടും എന്റെ കൺമുന്നിൽ വന്നത്? അയാളും അയാളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാ വന്നത്. ഞാൻ എന്റേതായ കാരണം കൊണ്ട് വന്നതാ. പക്ഷെ ഞങ്ങൾ 2 പേരും ഇവിടെ ഉണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവില്ലേ? രുദ്രപ്രതാപ് ആണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് ഒന്നിനും ഒരു ഉത്തരവും തരാതെ എന്നെ വിട്ടുപോയി. അയാൾ ശരിക്കും ഒരു ദുഷ്ടനാണോ? ശ്രീരാമേട്ടൻ പറഞ്ഞതുപോലെ അയാൾ ചതിയനാണോ? ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ആ ഭഗവാൻ എനിക്കൊരു അവസരം തന്നതാണെന്ന് തോന്നുന്നു. ഇതെല്ലാം ഇവിടെ നിന്ന് അറിഞ്ഞിട്ടേ ഞാനിനി പോവും. സിഹി, നീ കണ്ടോ?
നിന്റെ അച്ഛനും അമ്മയും ഒക്കെ തല്ലുകൂടുന്നത്? അതിന്റെയൊക്കെ കാരണം നീയാ. നീ ഇവിടെ തന്നെ നിന്നു കഴിഞ്ഞാ അവര് തമ്മിൽ എപ്പോഴും വഴക്കിട്ടോണ്ടിരിക്കും. അതുകൊണ്ട് മോള് വേഗം ബോർഡിംഗ് സ്കൂളിലേക്ക് മാറിക്കോ. ബോർഡിംഗ് സ്കൂളിലാണെങ്കിൽ ഒരു കള്ളനും കാണില്ല, ഒരു കിഡ്നാപ്പും ഉണ്ടാവില്ല. അവിടെ നീയും ഹാപ്പി ആയിരിക്കും. ഇവിടെ നീയില്ലെങ്കിൽ പിന്നെ നിന്റെ അച്ഛനും അമ്മയും ഹാപ്പി ആയിരിക്കും. ശരിയല്ലേ? പൊക്കോ, വേഗം പൊക്കോ, അങ്ങോട്ട് പോ. സീതമ്മ, നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? ഞാൻ ബോർഡിംഗ് സ്കൂളിലേക്ക് പോയിക്കോളാം. ഞാനിനി എന്റെ സ്കൂളിലേക്ക് പോകുന്നില്ല. ബോർഡിംഗ് സ്കൂൾ എന്ന് പറയുന്ന എന്തിനാ? അതിന്റെയൊക്കെ അർത്ഥം അറിയോ നിനക്ക്? വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാൻ നിൽക്കല്ലേ. എനിക്കറിയാം സീതമ്മ, ബോർഡിംഗ് സ്കൂൾ എന്ന് പറഞ്ഞാൽ കുറെ ദൂരത്താ. അവിടെ നിൽക്കേണ്ടി വരും. ഞാൻ അവിടെ നിന്നോളാം സീതമ്മ. മോളെ, ഞാനും നിന്റെ അച്ഛനും ഇല്ലാതെ നീ എങ്ങനെയാ നിക്കുക? എനിക്ക് വിഷമം തോന്നുന്നു സീതമ്മ. എന്നാലും ഞാൻ നിന്നോളാം. ഞാനിപ്പോ വലിയ കുട്ടിയായില്ലേ, എനിക്ക് ഒരു പേടിയും ഇല്ല. സികുടാ, നീ എങ്ങും പോവില്ല. നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ? കരയണ്ട കേട്ടോ. കിടന്നോ, ഉറങ്ങിക്കോ. എന്ത് പറ്റി നിനക്ക്? എന്താ ഇത്ര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്നേ? നീ വിളിച്ചപ്പോ താൻ അഞ്ജലി ഇങ്ങോട്ട് വരാത്തതിന്റെ വിഷമമാണോ? നോക്കു മോളെ, ഗുരുവിന് വയ്യെന്ന് പറഞ്ഞിട്ടായിരിക്കും പാപ്പച്ചി ആശ്രമത്തിലേക്ക് പോയിട്ടുണ്ടാവുക. പക്ഷെ അവൾ കൂടുതൽ കാലം ജീവിച്ചത് ആ ആശ്രമത്തിലാ. അവൾ അങ്ങോട്ട് പോയാ വേഗം വരണം എന്ന് കരുതിയാലും വരാൻ പറ്റില്ല. അവൾ വരുമ്പോ വന്നാ മതി. അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് നമുക്ക് ഫ്രീ ആയിട്ട് അവളെ പോയി കൊണ്ടുവരാലോ. അല്ലാതെ നീ ഇങ്ങനെ എല്ലാത്തിനും എല്ലാരോടും ഇറിറ്റേറ്റഡ് ആവല്ലേ പ്ലീസ്. അതെ അതെ, ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ഇറിറ്റേഷൻ ആണല്ലോ നിങ്ങൾക്ക്. കല്യാണത്തിന് മുമ്പ് എന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഉറക്കം വരില്ലായിരുന്നല്ലോ നിങ്ങൾക്ക്. വെറുതെ നിന്നാലും മിണ്ടിയാലും ഇറിറ്റേഷൻ ആണല്ലേ നിങ്ങൾക്ക്. അല്ല മോളെ, കല്യാണത്തിന് മുമ്പ് ഭാര്യയായ ശേഷം ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന എന്തിനാ? അല്ല, നീ എന്താ പറയുന്നത്? എനിക്ക് നിന്നോട് സ്നേഹമില്ലേ? ഇല്ല, നിനക്ക് സ്നേഹമില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. അതിന് ഞാൻ എന്താ ചെയ്തേ? നീ ഒന്നും ചെയ്തില്ല. എന്നെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കോ? വളരെ അപ്സെറ്റ് ആണല്ലോ. ഞാനിപ്പോ എന്തൊക്കെ പറഞ്ഞാലും അത് വെറുതെ ഒരു ആർഗ്യുമെന്റ് ആകും. ഞാൻ എന്തായാലും മിണ്ടില്ല. വേണമെങ്കിൽ അവൻ മിണ്ടട്ടെ. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റോ? വെറും ഗുഡ് നൈറ്റ് മാത്രമേ ഉള്ളോ? എന്നോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നില്ലേ ഇവന്? കുറച്ചുപോലും ഇഷ്ടമില്ല എന്നോട്. നിനക്ക് ഈ സ്നേഹത്തിലും പ്രേമത്തിലൊന്നും വിശ്വാസമില്ല, ഒറ്റയ്ക്ക് നിൽക്കാന്ന് പറഞ്ഞില്ലേ അഞ്ജു? ഒറ്റയ്ക്ക് നിൽക്കുന്ന അത്ര എളുപ്പമാണെന്ന് കരുതിയോ നീ? പ്രേമത്തിലൊക്കെ ചെന്ന് വീഴുന്നതും അത്രയ്ക്ക് എളുപ്പമല്ലല്ലോ നേഹ. ബട്ട് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ പ്ലീസ് നേഹ, വീണ്ടും അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കണ്ട. ശരി, ആയിക്കോട്ടെ, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ അത്ര സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു ചേച്ചി അവിടെ ഉള്ളപ്പോ നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? സന്തോഷമായിട്ട് അവരുടെ കൂടെ നിൽക്കാൻ പാടില്ലേ? അല്ല മോളെ, ഇക്കാലത്ത് എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാനാ ആഗ്രഹിക്കുന്നേ. പക്ഷെ നിന്റെ ചേച്ചി നിന്നെ ഫോൺ ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് അവിടെ എല്ലാം ഉണ്ടായിട്ടും ഈ അനാഥാലയത്തിൽ ഒരു ആശ്രിതയെ പോലെ കഴിയുന്ന എന്തിനാ? ഞാനായിരുന്നെങ്കിൽ എന്നെ അങ്ങോട്ട് ഇറങ്ങി പോയേനെ. നീ ഇങ്ങനെ മിണ്ടാതിരുന്ന ഞാൻ എന്താ മനസ്സിലാക്കേണ്ടേ അഞ്ജു? നേഹ പ്ലീസ്, ചില ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഉണ്ടാവില്ല.
എങ്ങനെയെങ്കിലും ഇയാളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കണം എനിക്ക്. അച്ഛാ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ട്. അച്ഛൻ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ പറയാം. മോള് കാര്യം എന്താ വെച്ചാ പറ. പ്രശ്നത്തിന് പരിഹാരം ആകുമെങ്കിൽ നമുക്കത് ആലോചിക്കാം. അത് പിന്നെ അച്ഛാ, ജോത്സ്യൻ പറഞ്ഞായിരുന്നല്ലോ സിഹിക്ക് ഈ വീട്ടില് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുമെന്ന്. നമ്മുടെ നിർഭാഗ്യം കൊണ്ട് ഇതുപോലുള്ള അപായങ്ങൾ പലതും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാ അത് സിഹിയെ. അതെന്താ കാര്യം? ഒന്ന് പെട്ടെന്ന് പറ മോളെ. അച്ഛാ, അത് പിന്നെ ഞാൻ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സിഹിയെ ബോർഡിംഗ് സ്കൂളിലേക്ക് അയക്കുന്നതായിരിക്കും നല്ലതച്ഛാ. അപ്പോ നമ്മൾ ആഗ്രഹിച്ച പോലെ അപ്പൂനും സീതയ്ക്കും ഒരു ഹണിമൂണിനും പോവാൻ പറ്റും. അവര് രണ്ടുപേരും കല്യാണം കഴിഞ്ഞ ശേഷം ടൈം സ്പെൻഡ് ചെയ്തതേയില്ല. അതിനും ഒരു സമയം കിട്ടും. എനിക്കെന്തോ ഇതാണ് ശരിയെന്ന് തോന്നുന്നു. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ നിന്നും ഇതുപോലെ ഓരോ പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അച്ഛാ. അച്ഛാ, ഞാൻ പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ അല്ലേ?